നമസ്കാരം, ഞാൻ റിനോ സാക് വടക്കത്തറ. പ്രധാന വാർത്തകൾ. മദ്യനയത്തിൽ വിമർശനവുമായി ഗവൺമെന്റ് ചീഫ് പി.സി. ജോർജ് വീണ്ടും. എക്സൈസ് മന്ത്രി കെ ബാബുവിനെതിരെയാണ് പി.സി. ജോർജ് വിമർശനം ഉന്നയിച്ചത്. ഗവർണർ സ്ഥാനം തൽക്കാലം രാജിവെക്കില്ലെന്ന മഹാരാഷ്ട്ര ഗവർണർ കെ ശങ്കരനാരായണൻ. ഗവർണർ സ്ഥാനത്തെ അലങ്കോലപ്പെടുത്തുന്ന നടപടിയാണ് രാജിയെന്നും ശങ്കരനാരായണൻ. ആദിവാസി യുവതികളുടെ ക്ഷേമത്തിനായി റാന്നി അടിച്ചിപ്പുഴയിൽ ആരംഭിച്ച സൊസൈറ്റിയുടെ പ്രവർത്തനം നിലച്ചു. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച സൊസൈറ്റി വക കെട്ടിടം തകർച്ചയിൽ. വിജ്ഞാനത്തിന്റെയും വൈവിധ്യത്തിന്റെയും വാതായനങ്ങൾ തുറന്ന ഒരു വായനാ ദിനം കൂടി കടന്നുവരുന്നു. വാർത്തകളിലേക്ക് വിശദമായി. മദ്യനയത്തിൽ വിമർശനവുമായി ഗവൺമെന്റ് ചീഫ് പി.സി. ജോർജ് വീണ്ടും രംഗത്ത് വന്നു. എക്സൈസ് മന്ത്രി കെ ബാബുവിനെതിരെ വിമർശനവുമായാണ് പി.സി. ജോർജ് രംഗത്ത് വന്നത്. ജനങ്ങളെ മദ്യം കുടിപ്പിക്കുന്ന അബ്കാരി കച്ചവടക്കാരായി സർക്കാർ മാറരുത്. മന്ത്രിയുടെ കൈയും കാലും കെട്ടി മദ്യനയം തീരുമാനിച്ച ഉന്നതൻ ആരാണെന്നും പി.സി. ജോർജ് ചോദിച്ചു. 418 ബാറുകൾ അടച്ചിടണമെന്ന ജൂൺ 30-നകം മദ്യ ഉപഭോഗം കുറയ്ക്കുന്ന മദ്യനയം പുറത്തുവരണമെന്നും പി.സി. ജോർജ് ആവശ്യപ്പെട്ടു. മദ്യം രുചിക്കാത്ത, തൊട്ടുനോക്കാത്ത മന്ത്രി കെ ബാബുവിനെ പ്രതിസന്ധിയിലാക്കുവാൻ ശ്രമിക്കുന്ന മദ്യമുതലാളി ആരാണെന്നും പി.സി. ജോർജ് ചോദിച്ചു. ഹൈക്കോടതിക്കും ജനങ്ങൾക്കും കെ.പി.സി.സി അധ്യക്ഷനും ഘടകകക്ഷികൾക്കും വേണ്ടാത്ത മദ്യനയം ചുമക്കാൻ വിധിക്കപ്പെട്ടവനാണ് കെ ബാബു എന്ന് പി.സി. ജോർജ് പറഞ്ഞു. തൽക്കാലം രാജിവെക്കാനില്ലെന്ന് മഹാരാഷ്ട്ര ഗവർണർ കെ ശങ്കരനാരായണൻ അറിയിച്ചു. ഗവർണർ സ്ഥാനത്തെ അലങ്കോലപ്പെടുത്തുന്ന നടപടിയാണ് രാജി നിർദ്ദേശമെന്നും ശങ്കരനാരായണൻ പറഞ്ഞു. ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും 2 പ്രാവശ്യം ഫോൺ സന്ദേശം ലഭിച്ചു. അധികാര സ്ഥാനത്തിരിക്കുന്നവർ പറഞ്ഞാൽ രാജിക്ക് തയ്യാറാണെന്നും ശങ്കരനാരായണൻ പറഞ്ഞു. ഇതാദ്യമായാണ് കേന്ദ്ര സർക്കാർ നടപടി തള്ളി ഒരു ഗവർണർ തന്നെ രംഗത്ത് വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് കേരള ഗവർണർ ഷീല ദീക്ഷിത് ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങളിലെ ഗവർണർമാരോട് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അനിൽ ഗോസ്വാമി രാജി ആവശ്യപ്പെട്ടത്. കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശ് ഗവർണർ ബി.എൽ. ജോഷി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ചു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ ആശുപത്രി മാനേജ്മെന്റ് സൊസൈറ്റിയുടെ കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പാസ്സായവരും 20-നും 40-നും മധ്യേ പ്രായമുള്ളവരുമായിരിക്കണം അപേക്ഷകർ. ദിവസവേതനം 340 രൂപ ആയിരിക്കും. വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് എന്നിവയുമായി 23-ന് രാവിലെ 10 മണിക്ക് ആശുപത്രിയുടെ സൂപ്രണ്ട് ഓഫീസ് മുമ്പാകെ ഹാജരാവേണ്ടതാണ്. ഇടവേള. ചേക്കോട്ട് ഏജൻസീസ്, ചാലിങ്കൽ ബിൽഡിംഗ്, ഫെഡറൽ ബാങ്കിന് എതിർവശം, പഴവങ്ങാടി, റാന്നി. ബ്രാൻഡഡ് PC, അസംബിൾഡ് PC, ലാപ്ടോപ്സ്, ടാബ്ലറ്റ്സ്, പ്രിന്റേഴ്സ്, സ്കാനേഴ്സ്, മോഡംസ്, ചിപ്പ് ലെവലിംഗ്, CCTV ക്യാമറ, നെറ്റ്വർക്കിംഗ്, ലാപ്ടോപ്പ് തുടങ്ങിയവ പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ലഭിക്കുവാൻ ചേക്കോട്ട് ഏജൻസീസ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസിംഗ്, പഴവങ്ങാടി, റാന്നി. ഫോൺ 04735 225056, 9946600080, 8943344044. കൂടുതൽ വിവരങ്ങൾക്ക് www.chekotagencies.com സന്ദർശിക്കുക. വാർത്തകൾ തുടരുന്നു. ആദിവാസി യുവതികളുടെ ക്ഷേമത്തിനായി 93-ൽ റാന്നി അടിച്ചിപ്പുഴ ആദിവാസി കോളനിയിൽ ആരംഭിച്ച ചൊള്ളനാവയൽ എക്സ്ട്രേനീസ് ഗിരിജൻ വുമൺസ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ നിർജീവമായി. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച സൊസൈറ്റി കെട്ടിടം സംരക്ഷണമില്ലാതെ തകർച്ചയുടെ വക്കിലാണ്. സൊസൈറ്റിയുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആദിവാസി യുവതികളുടെ ക്ഷേമത്തിനായി റാന്നി അടിച്ചിപ്പുഴ ആദിവാസി കോളനിയിൽ ആരംഭിച്ച ചൊള്ളാനവയൽ എക്സ്ട്രൈനീസ് ഗിരിജൻ വുമൻസ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനം നിലച്ചിട്ട് വർഷങ്ങളാകുന്നു. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് സ്വയം തൊഴിൽ പരിശീലനത്തിന് ഉതകുന്ന വിവിധ കൈത്തൊഴിലുകൾ പരിശീലിപ്പിക്കുവാനാണ് ഈ കേന്ദ്രം തുറന്നത്. തുടക്കത്തിൽ ചൂരൽ ഉൽപ്പന്നങ്ങളായിരുന്നു ഇവിടെ നിർമ്മിച്ച് വിപണനം നടത്തിയിരുന്നത്. പെൺകുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിനോടൊപ്പം തന്നെ സൊസൈറ്റിക്ക് ഒരു വരുമാന മാർഗവുമായിരുന്നു ഈ തൊഴിൽ പരിശീലന പദ്ധതി. 1993 ജൂലൈ 9 അന്നത്തെ MP ആയിരുന്ന പാല KM മാത്യുവായിരുന്നു ഈ സൊസൈറ്റി തുറന്നുകൊടുത്തത്. ഏതാണ്ട് 20 ലക്ഷം രൂപയ്ക്കടുത്ത് ചെലവഴിച്ച് നിർമ്മിച്ച സൊസൈറ്റിയുടെ കെട്ടിടം ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ്. ജനാലുകളും കതകുകളും പൊളിഞ്ഞ നിലയിലാണ്. സിമെന്റ് ഇട്ട തറകൾ ഇളകി തുടങ്ങി. ഫർണിച്ചറുകൾ നശിച്ചു. ഷട്ടറുകൾ തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺക്രീറ്റിന് ചോർച്ചയുമുണ്ട്. സൊസൈറ്റി വക റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന ഇരുമ്പ് അലമാരി തുരുമ്പെടുത്തു തുടങ്ങി. കെട്ടിടത്തിലെ വയറിംഗ് മുഴുവൻ ഇളകിയിട്ടിരിക്കുകയാണ്.
ഒരു ചെറിയ ഹോളും 3 മുറികളും കെട്ടിടത്തിനുണ്ട്. കെട്ടിടത്തിന്റെ പുറകുവശത്ത് ജനാലകൾ കെട്ടിരുന്ന നെറ്റ് ഇളക്കി മാറ്റിയിരിക്കുകയാണ്. ഇതുവഴി അകത്ത് കിടന്ന ആൾക്കാർ ഇപ്പോൾ ഈ കെട്ടിടം ദുരുപയോഗം ചെയ്യുകയുമാണ്. സൊസൈറ്റിയുടെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കണമെന്നുണ്ട്. പക്ഷേ അതിന് ഇനിയും കടമ്പകൾ ഏറെ കടക്കണം. ദീർഘവീക്ഷണമില്ലായ്മയും നടത്തിപ്പിലുള്ള പിടിപ്പുകേടുമാണ് വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കേണ്ട ഈ സൊസൈറ്റി ഇന്ന് നാശത്തിന്റെ വക്കിലെത്തിയത്. ആദിവാസി പെൺകുട്ടികൾക്ക് ജീവിതോപാധിയാകേണ്ട സൊസൈറ്റിയുടെ പുനരുജ്ജീവനത്തിന് സർക്കാർ തലത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം തുളസി ആവശ്യപ്പെട്ടു. അപ്പോൾ നാർണമൂഴി പഞ്ചായത്തിൽ എന്ന് വെച്ച് ഞാൻ ഇരിക്കുന്ന സമയം വരെ ഞാൻ എൻ്റെ കഴിവനുസരിച്ച് ഞാൻ അവിടെ സഹായിക്കാം. പക്ഷെ മുന്നോട്ട് ഞങ്ങൾക്ക് ഈ പ്രവർത്തനം സർക്കാർ ഞങ്ങൾക്ക് കൊണ്ടുവരണം. ഞങ്ങൾക്ക് അനേക ആൾക്കാർ, വിദ്യാഭ്യാസമുള്ള പിള്ളേർ, പണിയില്ലാത്തവരുമൊക്കെ ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ ഈ കോളനി ബുദ്ധിമുട്ടി ജീവിക്കുന്നവരാണ്. ഞങ്ങൾക്ക് പൊതുവേ ഞങ്ങൾക്ക് ഈ സ്ഥാപനം ഒന്ന് പുതുക്കി തരണമെന്നാണ് മെമ്പർ എന്നുള്ളൊരു ഇത് വെച്ച് ഞാൻ സംസാരിക്കുന്നത്. നാരായണമൂഴി ഗ്രാമപഞ്ചായത്ത് ഇക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുമെന്നും അവർ പറഞ്ഞു. സർക്കാർ ഇത് ഏറ്റെടുത്ത് പഞ്ചായത്തിൻ്റെ എന്ത് ഇതുണ്ടെങ്കിലും പ്രസിഡന്റിനെ കൊണ്ട് ഞാൻ ചെയ്യിക്കാം. പ്രസിഡന്റ് അത് ചെയ്തു തരുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. ഞാനും പ്രസിഡന്റും കൂടെ തീർച്ചയായിട്ടും ആ സൊസൈറ്റി മുന്നോട്ട് പ്രവർത്തിക്കാൻ ഉത്സാഹിക്കാം. സിറ്റി ന്യൂസ് റാന്നി. ബിലീവേഴ്സ് ചർച്ചിന്റെ ചെറുവള്ളി എസ്റ്റേറ്റിന് പോലീസ് സംരക്ഷണം ഊർജിതമാക്കി. ചെങ്ങര ഭൂസമരക്കാരും കേരള ഭൂസമര ജനകീയ മുന്നണി പ്രവർത്തകരും എസ്റ്റേറ്റ് കയ്യേറാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എസ്റ്റേറ്റിന് പോലീസ് സംരക്ഷണം ശക്തമാക്കിയത്. ബിലീവേഴ്സ് ചർച്ചിന്റെ ഉടമസ്ഥയിലുള്ള എരുമേലി BC ചെറുവള്ളി എസ്റ്റേറ്റ് കയ്യേറുവാൻ നീക്കം നടക്കുന്നതായുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് കഴിഞ്ഞ രാത്രി മുതൽ എസ്റ്റേറ്റിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. ചെങ്ങറ സമരനേതാവ് ലാഹാഗോപാലിന്റെ നേതൃത്വത്തിലുള്ള ചെങ്ങറ സമരമുന്നണിയും കൊല്ലം ജില്ലയിലെ തെന്മല സ്വദേശി AK ശെൽവരാജ് നയിക്കുന്ന കേരള ഭൂസമര ജനകീയ മുന്നണി പ്രവർത്തകരും ചേർന്ന് ജൂൺ മാസം 30 മുൻപ് എസ്റ്റേറ്റ് കയ്യേറുവാൻ നീക്കം നടക്കുന്നതായുള്ള റിപ്പോർട്ടിനെ തുടർന്നാണ് എസ്റ്റേറ്റിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തോട്ടത്തിലേക്ക് കയറുന്ന പ്രധാന ഗേറ്റുകളിലും മറ്റും പോലീസിനെ നിയോഗിച്ചിട്ടുമുണ്ട്. ചേനപ്പാടി പ്രപ്പോസ് ഗേറ്റ്, മരോട്ടിച്ചുവട് എരുമേലി KSRTC, അഞ്ചുകുഴി ഭാഗം തുടങ്ങിയ മേഖലകൾ കോട്ടയത്തു നിന്നുള്ള KAP 5ാം ബറ്റാലിയന്റെ നിരീക്ഷണത്തിലുമാണ്. അടിയന്തര ഘട്ടമുണ്ടായാൽ എരുമേലി KAP ക്യാമ്പിൽ നിന്നും പോലീസ് സേനയെ എത്തിക്കുവാനാണ് തീരുമാനം. KAT ബറ്റാലിയന് പുറമെ എരുമേലി മണിമല സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും വാഹനങ്ങളിൽ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. മാസങ്ങൾക്ക് മുൻപ് ഭൂസമര ജനകീയ മുന്നണി പ്രവർത്തകർ എസ്റ്റേറ്റ് കയ്യേറുവാനുള്ള ശ്രമം നടത്തിയതിനെ തുടർന്ന് പോലീസ് അവസരോചിതമായി ഇടപെട്ട് കയ്യേറ്റം തടയുകയായിരുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. എസ്റ്റേറ്റിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ അതീവ രഹസ്യമായിട്ട് കയറാനായിരുന്നു ഇവരുടെ ശ്രമം. കഴിഞ്ഞ വർഷം തോട്ടം കയ്യേറുവാനായി എത്തിയവരെ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ തടയുകയും ചെയ്തിരുന്നു. പ്രദേശവാസികളുടെ പിന്തുണയോടെ തോട്ടം കയ്യേറുവാൻ ശ്രമം നടക്കുന്നതായും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ആത്മീയതയുടെ മറവിൽ റാന്നിയിൽ വർദ്ധിച്ചുവരുന്ന സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളെ പൊതുസമൂഹം തിരിച്ചറിയണമെന്നും ബന്ധപ്പെട്ട അധികാരി നടപടികൾ സ്വീകരിക്കണമെന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് റാന്നി മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസമോ സംസ്കാരമോ വേണ്ടത്ര ആത്മീയ പഠനമോ ഇല്ലാതെ ഒട്ടേറെ പേർ ആത്മീയതയെ ഉപജീവന മാർഗമായി കണ്ടെത്തിയിരിക്കുകയാണെന്നും ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് കഴിഞ്ഞ നാളിൽ അത്തിക്കയത്ത് നടന്നതെന്നും പരിഷത്ത് ചൂണ്ടിക്കാട്ടി. ഇടവേള. പെർഫെക്റ്റ് ഡയഗ്നോസ്റ്റിക് സെന്റർ ഓൺ മെയിൻ റോഡ്, പെരുമ്പഴ, റാന്നി. ബ്രാഞ്ച് അറ്റ് സെൻട്രൽ ജംഗ്ഷൻ, വടശ്ശേരിക്കര. ക്വാളിറ്റി കൺട്രോൾ by CMC Vellore. Clinical biochemistry lab and clinical pathology lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for rupees 950. Lipid profile and blood sugar just for rupees 300. Perfect lab. Accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. വിജ്ഞാനത്തിന്റെയും വൈവിധ്യത്തിന്റെയും വാതായനങ്ങൾ തുറക്കുന്ന വായനയുടെ സംസ്കാരത്തെ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു വായനാ ദിനം കൂടി കടന്നുവരുന്നു. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും സാക്ഷരതാ പ്രവർത്തകനുമായ PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. കുഞ്ഞുണ്ണി മാഷന്റെ ഈ വരികൾ വായനാ ദിനമായി നാം ആചരിക്കുമ്പോൾ അത് ഒരു ഓർമ്മക്കുറിപ്പായി നമുക്ക് ചുറ്റുമുണ്ട്. വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നു. അറിവ് പകരുന്നതോടൊപ്പം തന്നെ നമ്മുടെ സംസ്കാരത്തെ തിരിച്ചറിയുവാനും വായന സഹായിക്കുന്നു.
എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും എനിക്ക് ഇഷ്ടമാണ്. പഠിക്കുന്ന കുട്ടികൾ വായനയുണ്ടോ? വായനാശീലമുണ്ടോ? ഞങ്ങൾ ഒരുമിച്ചാണ് ലൈബ്രറി വരികയും പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്യുന്നു. അതിന് ഞങ്ങളുടെ അധ്യാപകരും സഹപാഠികളും എല്ലാം ഒരുപോലെ തന്നെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് അറിയാം. അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള കാര്യം വ്യക്തമാണ്. ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ഒരു പൊതുവായ വിഷയത്തിൽ തന്നെ നമുക്ക് പങ്കുചേരണമെങ്കിൽ അടിസ്ഥാനമായി അതിനൊരു വായന ആവശ്യമാണ്. വായനയില്ലെങ്കിൽ എന്തിനെ തന്നെ വെട്ടിപ്പിടിച്ചാലും വായനയില്ലെങ്കിൽ അറിവിനെ വെട്ടിപ്പിടിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. മലയാളത്തിന് നാം നേരത്തെ നമ്മൾ പ്രാധാന്യം കൽപ്പിച്ചിരുന്നത്. ഇന്നാണ് സർക്കാർ ജോലികൾ ലഭിക്കുന്നത് പോലും മലയാളം അടിസ്ഥാനമാക്കിയാലേ നമുക്ക് ഇന്ന് സർക്കാർ ജോലികൾ പോലും ലഭ്യമാകുന്നുള്ളൂ. നാം അക്ഷരലോകത്തേക്ക് യാത്രയാകുമ്പോൾ വിജ്ഞാനത്തിന്റെയും വൈദിധ്യത്തിന്റെയും വാതായനങ്ങൾ തുറക്കുന്ന വായന സംസ്കാരത്തെ നിലനിർത്തുവാൻ സഹായിക്കുന്നു. കാലത്തെ അതിജീവിച്ച് നിലകൊള്ളുന്നതാണ് യഥാർത്ഥ സാഹിത്യം. ഈ അർത്ഥത്തിൽ വായന മരിക്കുന്നു എന്ന ആകുലത നമ്മെ വല്ലാതെ അലട്ടുന്നുണ്ട്. മാതൃഭാഷയെ സ്നേഹിക്കുവാൻ മടിക്കുന്ന ഒരു തലമുറ നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നത് കണ്ടില്ലെന്ന് നടിക്കുവാൻ നമ്മൾക്ക് ആവില്ല. വായന ഇപ്പോൾ ഒരു ചർച്ച നടത്തിയാലും പ്രസംഗത്തിനായാലും ആ വായനയിലൂടെയാണ് ഞാൻ എല്ലാത്തിലും വിജയിക്കുന്നത്. അതുപോലെ തന്നെ പരീക്ഷകളിലൊക്കെ എഴുതാൻ ഇങ്ങനെ മലയാളം പരീക്ഷയിൽ പൊതുവെ ചോദിക്കുന്നതെല്ലാം എഴുതാൻ എന്നെ സഹായിക്കുന്നത് വായന. ക്വിസ് കോമ്പറ്റീഷനും അതുപോലുള്ള പുറത്തോരോ പരിപാടിക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട്. സാറിനെ എല്ലാം വായിക്കാറുണ്ട്. കവിതകളിൽ കൂടുതൽ താല്പര്യമുണ്ട്. മാതൃഭാഷയെ സ്നേഹിക്കുവാനും ഭാഷയെപ്പറ്റി പഠിക്കുവാനും നമ്മുടെ പുതിയ തലമുറ സന്നദ്ധരാകണം. പാഠപുസ്തകത്തിനപ്പുറത്തുള്ള അറിവ് തേടണം. അറിവിന്റെ ഉറവിടങ്ങൾ തേടി അവ കണ്ടെത്തി സ്വയം അറിവിനെ കോരിയെടുത്ത് ആസ്വദിക്കുവാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയണം. പൊതുവെ എനിക്ക് വായിക്കുന്ന ശീലം ഇഷ്ടമാണ്. ഞാൻ കുഞ്ഞാളോട്ടെ വായിക്കുമായിരുന്നു. ഞാൻ രാവിലെ വീട്ടിൽ വരുത്തുമ്പോൾ തന്നെ വായിക്കും. പിന്നെ അത് ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി, ഒന്നുകൂടെ ഗ്രഹിക്കാൻ വേണ്ടി ഞാൻ വൈകിട്ട് എന്നും വായിക്കും. സ്ഥിരമായിട്ട് ഞാൻ പത്രം വായിക്കുന്നൊരു. ക്ലാസ് മുറികളിൽ വായന നടക്കണം, വിചിന്തനം നടക്കണം. അതിനുള്ള മാർഗങ്ങൾ ഈ ദിനത്തിലെങ്കിലും ഉണ്ടാകണം. അല്ല, ഞങ്ങൾ ചിലപ്പം പലയിടത്തായിട്ട് കഴിയും. ഒന്നും ഗൗതം ക്ലാസ് ഇരുന്നാണ് വായിക്കും. അപ്പം പുസ്തകം ഉണ്ടാകും, ക്ലാസ് ഇന്ന് വായിക്കും. അല്ലെങ്കിൽ ലൈബ്രറി ഞാൻ ഇന്ന് വായിക്കും. പിന്നെ പലയിടത്തായിട്ട് വിവരമായിട്ട്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും സാക്ഷരതാ പ്രവർത്തകനുമായ PN പണിക്കരുടെ ചരമദിനം കേരളമൊട്ടുക്ക് വായനാ ദിനമായി ആചരിക്കുമ്പോൾ നമ്മുടെ പുതുതലമുറ ഒരു കാര്യം കൂടി ഓർക്കണം. നമ്മുടെ മാതൃഭാഷ നമ്മുടെ പ്രാണവായുവാണ്. അമ്മയിലൂടെ നമുക്ക് പകർന്നു കിട്ടുന്ന മൂലധനമാണ് അത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ നമ്മുടെ മാതൃഭാഷയിൽ തന്നെ കാര്യങ്ങൾ വായിച്ചറിയട്ടെ, ചിന്തിക്കട്ടെ. ജൂൺ 19 PN പണിക്കരുടെ ചരമദിനമാണ്. അദ്ദേഹം മരിച്ചിട്ട് ഇപ്പോൾ 19 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. നാളെ അതുകൊണ്ട് തന്നെ പുസ്തകങ്ങളുടെയും വായനാ ദിവസമാണ്. അന്ന് എല്ലാം സ്കൂളുകളിലും ഈ വായനാ ദിനാചരണമുണ്ട്. കുട്ടികളെല്ലാം പുസ്തകം വായിക്കുകയും കുട്ടികൾക്ക് പുതിയ അറിവുകൾ പുസ്തകങ്ങളിലൂടെ നൽകുകയാണ്. ഒരു പുതിയ ലോകം തന്നെ ഇതിലൂടെ നമുക്ക് നിർമ്മിക്കാനാകും. കാരണം വായന എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം കുട്ടികൾക്ക് അറിവ് നൽകുന്നതല്ലേ. അങ്ങനെ പുസ്തകങ്ങൾ കണ്ടും വായിച്ചറിഞ്ഞും ആഴത്തിൽ വായിച്ചും കൂടുതൽ വായിച്ചും ചിന്തിച്ചും തർക്കിച്ചുമൊക്കെ നമ്മുടെ കുട്ടികൾ വളരട്ടെ. അവർ കേരളത്തിന്റെ വഴികാട്ടികളായി തീരട്ടെ. സിറ്റി ന്യൂസ്, റാന്നി. വീട്ടുനിർമ്മാണത്തിന് പെർമിറ്റ് നൽകാതിരുന്ന എരുമേലി പഞ്ചായത്തിന്റെ നടപടിയിന്മേൽ വിജിലൻസ് അന്വേഷണം. എരുമേലി കൊരട്ടി സ്വദേശിക്ക് സ്വന്തം സ്ഥലത്ത് വീട് നിർമ്മിക്കുന്നതിനുള്ള പെർമിറ്റാണ് ബന്ധപ്പെട്ടവർ നിഷേധിച്ചത്. എരുമേലി കൊരട്ടി സ്വദേശിക്ക് വീട് പണിയുന്നതിനുള്ള പെർമിറ്റ് നൽകാതിരുന്ന എരുമേലി ഗ്രാമപഞ്ചായത്തിന്റെ നടപടിയിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ വകുപ്പ് തല നടപടിക്ക് ശുപാർശ. വിജിലൻസ് അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് വകുപ്പ് തല നടപടിക്ക് ശുപാർശ നൽകിയിരിക്കുന്നത്. ഈ പ്രശ്നം ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ്. എരുമേലി കൊരട്ടി സ്വദേശിയുടെ 42 സെന്റ് സ്ഥലത്ത് പഞ്ചായത്ത് പുറമ്പോക്കുണ്ടെന്ന പശ്ചാത്തലത്തിന്റെ വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീട് പണിയുന്നതിന് പെർമിറ്റ് നൽകാതിരുന്നത്. 2 വർഷമായിട്ടും വീടിന്റെ പെർമിറ്റ് തരാത്തതിൻ്റെ വിജിലൻസിന് പരാതി കൊടുത്തു. വിജിലൻസിന് പരാതി കൊടുത്ത് വിജിലൻസ് കേസ് അന്വേഷിച്ച് പഞ്ചായത്തിന് വരെ നടപടിയെടുക്കാൻ ഉത്തരവെടുത്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് ജനപ്രതിയുടെ കൂടെ കാണിയും മെമ്പർമാരാണ് കളിച്ചപ്പം ഇതിനകത്ത് നടപടി വരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പേരിലായിരിക്കും. മെമ്പർമാരാണ് ഇതിൻ്റെ അകത്ത് തരാതിരുന്നത്. അവരാണ് കമ്മിറ്റി തീരുമാനം എടുത്തു. ഇതെല്ലാം നിയമം തരേണ്ട 2 വർഷം കഴിഞ്ഞിട്ട് അവർ തന്നില്ല. അതിൻ്റെ പേരിലാണ് കൊടുത്തത്. അളവ് 44 സെന്റ് സ്ഥലമുള്ളതാണ്. സർവേർ അളന്നു. ഇവർ രണ്ടാമത് ലാൻഡ് റവന്യൂ കമ്മീഷൻ അളക്കണം അപേക്ഷ കൊടുത്തു. ലാൻഡ് റവന്യൂ കമ്മീഷൻ നിർദ്ദേശപ്രകാരം അളക്കാൻ വന്നവരെ കൊണ്ട് ഇവർ അളപ്പിച്ചില്ല. അളപ്പിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർ അന്നേരം സർവേ സൂപ്രണ്ട് അളക്കണമെന്ന് പറഞ്ഞു. സർവേ സൂപ്രണ്ട് അളന്നു. ഇതിനകത്ത് പുറമ്പോക്കില്ലെന്ന് പറഞ്ഞ് എന്നിട്ട് തന്നില്ല. അതിൻ്റെ പേരിലാണ് കോടതി കൊടുത്തത്. കോടതിയിലും വിജിലൻസിനും ഹൈക്കോടതിയിലും കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഇതിന് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതി ട്രൈബ്യൂണൽ കൈമാറി. കൊരട്ടി സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ താലൂക്ക് സർവേയർ സ്ഥലം അളന്നിരുന്നു. എന്നാൽ എതിർകക്ഷികൾ ഇത് അംഗീകരിക്കാതെ വന്നപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷന് പരാതി നൽകിയിരുന്നു.
ഇതിന്റെ അന്വേഷണ ചുമതല തഹസീൽദാറിന് നൽകുകയും ചെയ്തു. തുടർന്ന് വിജിലൻസ് വിഭാഗത്തിന് ലഭിച്ച പരാതിയെ തുടർന്ന് വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്. സ്കൂൾ പരിസരങ്ങളിലും ടൗണിലും മെഡിക്കൽ സ്റ്റോറുകളിലും ലഹരി മരുന്നുകളും ഉത്തേജക മരുന്നുകളും വിൽക്കുന്നതിനെപ്പറ്റി സമഗ്ര അന്വേഷണം വേണമെന്ന് UDF റാന്നി നിയോജക മണ്ഡലം നേതൃയോഗം ആവശ്യപ്പെട്ടു. ചെയർമാൻ ആലിച്ചൻ ആറന്നിൽ അധ്യക്ഷത വഹിച്ചു. TK സാജു, സമത് മേപ്രത്, MJ രാജു, ഷാജി തേക്കാട്ടിൽ, സനോജ് മേമന, സജി നെല്ലിവേലി തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9447 65036. വാർത്തകൾ തുടരുന്നു. റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ പ്രതിമാസ ത്രിദിന ധ്യാനത്തിന് തുടക്കമായി. ബ്രദർ ജോണി തോളേലിൽ ഇന്ന് നടന്ന ധ്യാനത്തിന് നേതൃത്വം നൽകി. വെള്ളിയാഴ്ച വരെയാണ് ധ്യാനം. 100 കൊല്ലം കഴിയുമ്പോൾ നമ്മളെല്ലാവരും തന്നെ ഓരെണ്ണം ഉണ്ടാകുമോ? ഈ ഇരിക്കുന്ന ഓരെണ്ണം ഇവിടെ ഉണ്ടാവില്ല. പള്ളി ഇവിടെ ഉണ്ടാവും. 100 കൊല്ലം കഴിഞ്ഞാൽ ഈ പള്ളി ഇവിടെ തന്നെ. പക്ഷെ നമ്മളാരും ഇവിടെ ഇപ്പൊ നമ്മളെവിടെയായിരിക്കും? നമ്മളെവിടെയായിരിക്കും? യേശു പറഞ്ഞു, യോഹന്നാൻ 14 നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഏതാണ് ഈ വാസസ്ഥലങ്ങൾ? സ്വർഗം, സ്വർഗാദി സ്വർഗം, 3ാം സ്വർഗം, പരദീസ, പാതാളം. വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതമായ ഭവനമുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നതിന്റെ അടുത്ത് നിങ്ങൾ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എണ്ണിയതെങ്കിൽ ചേർത്ത് കൊള്ളാം. കർത്താവ് നമുക്ക് വേണ്ടി സ്ഥലം. കള്ളനോട് പറഞ്ഞു, നീ ഇന്ന് എന്നോട് കൂടെ. അതെങ്കിലും നമ്മളോട് പറയാൻ കിട്ടും. അപ്പൊ 100 കൊല്ലം കഴിഞ്ഞ് നമ്മൾ ആരും കൂടെ ഇല്ല. നമ്മൾ അവിടെ ചെന്നാൽ നമുക്ക് എന്നാ ജോലി? സ്കൂളിൽ പോകണം, കൃഷി ഉണ്ടോ? 100 കൊല്ലം കഴിഞ്ഞ് നമുക്ക് വല്ല ബിസിനസ് ഉണ്ടോ? 24 മണിക്കൂർ നമുക്ക് എന്നാ ജോലി? സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 6 ചിറകുള്ള സോപ്പേന്മാർ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്ന്, 2 കൊണ്ട് പാദം മൂടി, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന അവർണ്ണനീയമായ ശബ്ദത്തോടും അടങ്ങാത്ത നാവോടും കൂടെ ആരെയാണോ ആ തട്ടഹസിക്കുന്നത് അയവരെയും നമുക്കും മഹത്വപ്പെടുത്താം. റാന്നി 66 kV സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ റാന്നി വടശ്ശേരിക്കര, ഇടമൺ, വെച്ചൂച്ചിറ, റാന്നി ടൗൺ തുടങ്ങിയ സ്ഥലങ്ങളിൽ നാളെ രാവിലെ 9 മുതൽ 1 മണിക്കൂർ നേരം വൈദ്യുതി തടസ്സപ്പെടും. മണിമല 33 kV സബ്സ്റ്റേഷന്റെ ലൈൻ നിർമ്മാണ ജോലികൾ നടക്കുന്നതിനാൽ റാന്നി ടൗൺ ഫീഡറിൽപ്പെട്ട റാന്നി, അങ്ങാടി, പുല്ലൂപ്പുറം, പേട്ട എന്നീ പ്രദേശങ്ങളിൽ നാളെ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ വൈദ്യുതി മുടങ്ങുമെന്ന് KSEB വൃത്തങ്ങൾ അറിയിച്ചു. നിര്യാതയായി. കുമ്പളന്താമൺ തെങ്ങുംതോട്ടത്തിൽ ഊന്നുകല്ലിൽ പരേതനായ ജേക്കബിന്റെ ഭാര്യ ഏലിയാമ്മ തങ്കമ്മ നിര്യാതയായി. 79 വയസ്സായിരുന്നു. സംസ്കാരം 19-ാം തീയതി വ്യാഴാഴ്ച 12:30 അയിരൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചെറിയ പള്ളിയിൽ നടക്കും. മോഹൻ, റൂബി എന്നിവർ മക്കളും മോളിക്കുട്ടി, കൊച്ചുമോൻ എന്നിവർ മരുമക്കളുമാണ്. റാന്നി ഇടമുറി പച്ചക്കാട്ടിൽ ഉമ്മൻ മത്തായി ബേബി നിര്യാതനായി. മുൻ പഞ്ചായത്ത് അംഗമായിരുന്നു. 86 വയസ്സായിരുന്നു. സംസ്കാരം 19-ാം തീയതി വ്യാഴാഴ്ച 1 മണിക്ക് ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം 2:30 ഇടമുറി എബനേസർ മർത്തോമ പള്ളിയിൽ നടക്കും. ഭാര്യ പരേതയായ ഏലിയാമ്മ ഉമ്മൻ, വത്സമ്മ, ലാലമ്മ, സുശീല, സജി, നിർമ്മല, ലൗലി എന്നിവർ മക്കളും, അച്ഛൻകുഞ്ഞ്, തമ്പി, ജോയി, സുധ, ബാബു, റജി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും.
മദ്യനയത്തിൽ വിമർശനവുമായി ഗവൺമെന്റ് ചീഫ് പി.സി. ജോർജ് വീണ്ടും. എക്സൈസ് മന്ത്രി കെ ബാബുവിനെതിരെയാണ് പി.സി. ജോർജ് വിമർശനം ഉന്നയിച്ചത്. ഗവർണർ സ്ഥാനം തൽക്കാലം രാജിവെക്കില്ലെന്ന മഹാരാഷ്ട്ര ഗവർണർ കെ ശങ്കരനാരായണൻ. ഗവർണർ സ്ഥാനത്തെ അലങ്കോലപ്പെടുത്തുന്ന നടപടിയാണ് രാജിയെന്നും ശങ്കരനാരായണൻ. ആദിവാസി യുവതികളുടെ ക്ഷേമത്തിനായി റാന്നി അടിച്ചിപ്പുഴയിൽ ആരംഭിച്ച സൊസൈറ്റിയുടെ പ്രവർത്തനം നിലച്ചു. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച സൊസൈറ്റി വക കെട്ടിടം തകർച്ചയിൽ. വിജ്ഞാനത്തിന്റെയും വൈവിധ്യത്തിന്റെയും വാതായനങ്ങൾ തുറന്ന ഒരു വായനാ ദിനം കൂടി കടന്നുവരുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.